അനുഗ്രഹങ്ങൾ എന്നെ രക്ഷിക്കണം. എനിക്ക് മാപ്പ് തരണം സാർ. നീ എന്നാ നനച്ചേ? എന്നെ ഒറ്റുകൊടുക്കുമെന്നാ നീയും നിന്റെ കുറെ ആൾക്കാരും വിചാരിച്ച എന്നെ ഈ മയക്കുമരുന്ന് മാഫിയയെ എങ്കിൽ നിന്ന് തുരുത്താമെന്ന ഉനക്ക് മാപ്പേ കിടയാതടാ. ഉനക്കുള്ള ദണ്ഡന ഇപ്പിടിടാ, ഇപ്പിടി. இது ஏன் சாம்ராஜ்யம் எங்கே மட்டுமல்ல, இந்த உலகம் மொத்தமா a wonderful narcotic mafia network. സർക്കാരും പോലീസും എല്ലാം ഇതൊക്കെ കീഴേ മറ്റും താണ്ടാ. Narcotic business is not a dirty business. இது நான் வாழ்ந்திடம், இது நான் வாழ்ந்திடம், இது என் சாம்ராஜ்யம் மட்டும்தான். പ്രിയമുള്ളവരെ, ഒറ്റ സീനിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഈ നാടകത്തിൽ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നവരെ ഒന്ന് പരിചയപ്പെടുത്താം. അരങ്ങിൽ സർവശ്രീ ശശി കോട്ടോളി, നൌഷാദ് വെള്ളാങ്ങല്ലൂർ, സതീഷ് പുല്ലാനിപ്പുള്ളി, നിയാസ് ബാവ, വേണു വെള്ളാങ്ങല്ലൂർ, സതീഷ് ചിറയിൽ, ജിജു കല്ലങ്കുന്ന്, മാസ്റ്റർ വിഷ്ണു, ഗീത പ്രകാശ്. അണിയറയിൽ നാടകരചന നൌഷാദ് വെള്ളാങ്ങല്ലൂർ, കഥ കലാഭവൻ മണികണ്ഠൻ, ഗാനങ്ങൾ ദേവദാസ് പ്രഭാപുരം, പാടിയവർ ശ്രീജിത്ത് ഭാസ്കർ, പുഷ്പറാണി ഓംകാർ, പശ്ചാത്തല സംഗീതം മധു പള്ളിപ്പാട്ട്, സംഗീത നിയന്ത്രണം കലിപ്പിലാണ്. തുളസി കതിർ നുള്ളിയെടുത്ത് കണ്ണന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നിന്നും ചാട്ടാം ഞാൻ. തുളസി കതിർ നുള്ളിയെടുത്ത് കണ്ണന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നിന്നും ചാട്ടാം ഞാൻ. തുളസി കതിർ നുള്ളിയെടുത്ത്
മാഷേ ഇത്? ശ്രാദ്ധകർമ്മങ്ങളെല്ലാം രാവിലെ കഴിഞ്ഞതല്ലേ? കണ്ടിട്ടും മതി വരുന്നില്ലേ? എന്നാലും അവൾ എന്റെ കൂടെ 10 വർഷം ജീവിച്ചതല്ലേ? ഓ പിന്നെ ജീവിച്ചു. ഏതെങ്കിലും ഒരു അച്ഛൻ അതേ സ്കൂളിലെ കുമാവുകാരിയെ പ്രേമിക്കോ? അയ്യേ, അതിനെന്താ, നീ അവളെ ഒന്ന് കാണണം. നല്ല പഴുത്ത ചക്കച്ചുള പോലെയാണ്. ചക്കച്ചോള ഒരു ഞാനില്ല എടുക്കും. ചക്കട്ടം കഴിഞ്ഞില്ല അങ്ങേരുടെ ഒരു ഭാര്യ സ്നേഹം. ഇതിന്റെ പേരാണ് കുശുമ്പ്. നിങ്ങൾക്കത് കൂടെ പറപ്പാണല്ലോ. മരിച്ചവരെ പറ്റി അങ്ങനെയൊന്നും പറയരുത് അമ്മണി. എന്നാ പിന്നെ നാട് നീങ്ങി, കാലം ചെയ്തു, ദിവംഗതയായി, തീപ്പെട്ടു, ചെരിഞ്ഞു, ഇങ്ങനെ പറയാം. എന്താ? വേണ്ട വേണ്ട വേണ്ട, ചത്തുന്ന് തന്നെ പറഞ്ഞോളൂ. എന്റെ മാഷേ, ഹെഡ് മാഷ് കൂടെ ഉപ്പുമാവുപ്പുരയിൽ ചെന്ന് ഉപ്പ് നോക്കിയല്ലോ തലയിലായത്. ഒന്ന് പതുക്കെ പറ, ആൾക്കാർ കേൾക്കില്ലേ? ഇതിപ്പോ ആർക്കറിയാത്തത്? അവളുടെ ഉപ്പുമാവ് തിന്ന് രുചി കൂടിയപ്പോഴല്ലേ മാഷേ നാട്ടുകാർ കൈയോടെ പൊക്കി വീട്ടിലാക്കിയത്. ഒന്ന് നിർത്തുന്നുണ്ടോ? നല്ല മാഷ്. മാതൃകാധ്യാപകനുള്ള അവാർഡ് എന്താണാവോ പ്രസിഡന്റ് അവിടത്തേക്ക് തരാതിരുന്നത്? ഇപ്പോഴും ചില പിള്ളേർ മാഷ് വിളിക്കുന്നത് എന്താണെന്ന് അറിയോ? എന്താ വിളിക്കണേ? സോൾട്ട് മേങ്കൂട്ടറി. നീ വല്ലാണ്ട് അതിര് കിടക്കുന്നു. ഞാനൊരു അച്ഛന്മാരെന്ന കാര്യം മറക്കരുത്. നിങ്ങളല്ലേ മാഷ എന്നെ കൊണ്ട് ഇതൊക്കെ പറയിച്ചേ? അവളുടെ ഓർമ്മ ദിവസം തന്നെ എന്നെ കല്യാണം കഴിച്ചു. അവൾക്ക് വേണ്ടതെല്ലാം കൊടുത്തു. എനിക്കൊരു സാരി. നീയൊന്ന് അടങ്ങ് പെണ്ണേ. അവള് പോയില്ലേ, നിനക്ക് ഞാനില്ലേ? പോയതെങ്ങനെ? വാളെടുത്തവൻ വാളാലെന്ന പോലെ ഉപ്പുമാവുകാരി ഉപ്പുമാവ് തിന്ന് മരിച്ചത്രേ. ശ്വാസം കിട്ടാതെ ആശുപത്രി സ്വർഗത്തിലെ ഉപ്പുമാവ് വയ്ക്കാൻ പോയിട്ടുണ്ടാവും. എന്തൊരു കണ്ണീരെന്റെ പൊന്നോ. സങ്കടം സഹിക്കുന്നില്ല അല്ലേ? ദൈവദോഷം പറയരുതമ്മണി. അവളെന്റെ 10 കുട്ടികളെ പ്രസവിച്ചല്ലേ? 10 പറ്റിട്ടെന്താ? ഒന്നല്ലേ കിട്ടിയുള്ളൂ. അതും പോയി. ഓ കളിയാക്കണ്ട, നിനക്ക് അവരെണ്ണമെങ്കിലും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്നെ കെട്ടിയത് എപ്പോഴാ? പാടിയ ചേമ്പത്താള് പോലെയായിപ്പോ. എനിക്ക് പെണ്ണിന്റെ ഒരു നാക്ക്. ഈ അച്ഛമ്മിന്റെ ഭാര്യ എന്നാണാവോ ഒരു അച്ഛമ്മയാവുക? എന്റെ ഈശ്വര. ഇനിയും ഈ പ്രായത്തിലോ? വേണ്ട വേണ്ട വേണ്ട, നമുക്കിപ്പോ കൂട്ടിന് ആരും ഇല്ലല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാനും അതന്നെ കരുതിയേ. ഒരു മകനുണ്ടല്ലോ വയസ്സുകാലത്ത് നോക്കാൻ. നമ്മുടെ കല്യാണത്തിന്റെ അന്ന് ഇറങ്ങിയതായി വീട്ടിൽ. ശരിയാ, ഒരു രണ്ടാമേ കെട്ടുന്നത് ഒരു മക്കൾക്കും പിടിക്കില്ല. ഇതൊന്നുമല്ല. ഇന്ന് അവന്റെ അമ്മയുടെ ശ്രാദ്ധല്ലേ? ഒന്ന് വിളിക്കാൻ കൂടി ചെയ്തോ? എന്തായാലും നിങ്ങൾ അവനിട്ട പേര് കൊള്ളാം, വെങ്കിടി. അവന് പെണ്ണ് കിട്ടിയതോ മങ്കിടിന്ന്. മങ്കിടിയിലെ വെങ്കിടി കൊള്ളാം. ഇനി ഒരു കാര്യം ചെയ്, അവന്റെ മകന് ശിങ്കിടി എന്ന് പേരിട്. എന്നിട്ട് കൊമ്പിടിന്ന് കെട്ടിക്ക്. അല്ല പിന്നെ തമാശക്കാരി, നീ എന്തൊക്കെ പറയുന്നത്? മങ്കിടി, വെങ്കിടി, കുമ്പിടി. സത്യത്തിൽ അവന്റെ പേരെന്താ? കുമ്പിടി. എന്റെ മാഷേ, അവന് ഈ വീടും പറമ്പൊന്നും ഒറ്റയ്ക്ക് കിട്ടിയില്ലല്ലോ. അതാണ് ഈ എതിർപ്പ്. ഇക്കാലത്ത് സ്വത്തുണ്ടെങ്കിലേ മക്കള് സ്നേഹിക്കൂ. മാഷ് സമാധാനിക്ക്. കുറച്ചു കഴിയുമ്പോ ഒക്കെ ശീലാവും. അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാ? ആര് വരുന്നു? ഞാൻ വരുന്നവഴക്കേ ഒരു അര വാങ്ങിച്ചു വെച്ചോട്ടാ. ഞാൻ 10. അല്ല മാഷേ, എന്റെ അണ്ടി പോയി നല്ല പോലെ പോയി. അതും പോയി. മോനും പോയി. ഏയ് ഒന്നുമില്ലടോ, വെറുതെ ഓരോന്ന്. അല്ല, എന്നാൽ പകത്താക്കിയിട്ടുണ്ടോ? തോന്നുന്നു ലേശം. മറ്റേ ദിവാറിന്റെ ഷാപ്പിന്ന് ഒരു കുപ്പി അന്തി അത് പതിവാ. അപ്പൊ വിളിച്ചു പറഞ്ഞതോ? അത് പിന്നെ 2 എണ്ണം പുള്ളി കഴിഞ്ഞിട്ട് അതും പതിവാ. ഉണ്ണി, മദ്യം വിഷമാണ്. അതിൽ മിത ആൽക്കോൾ അടങ്ങിയിട്ടുണ്ട്. അതെ, മറ്റെന്തെങ്കിലും എടുക്കാം. എന്നിട്ട് വേറെ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിക്കാം.
എന്നിട്ട് അതിന്റെ മീതനുള്ള ആൽക്കോഹോൾ ഇങ്ങനെ കളയാ അല്ലേ? ആ അതെന്ന് അപ്പൊ അതിന്റെ വിഷം പോയില്ലേ, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു. നിന്നോടൊക്കെ ഞാൻ എന്ത് പറയാ? മാഷം ഒന്നും പറയണ്ട. ഇപ്പൊ ഒരാൾ വാങ്ങിച്ചിട്ടില്ലേ, എത്രയാണെന്ന് അറിയോ? രൂപ 500. ആ അപ്പൊ ഇന്നത്തെ കൂലിയുടെ പകുതി പോയാ ടീച്ചറേ, അതുകൊണ്ടാ ഷെയറാക്കണേ. ആ അപ്പൊ എന്നും പതിവാകുമല്ലേ? ആന്ന് ഒന്നും പറഞ്ഞു കൊടുക്കും ടീച്ചറേ. എന്റെ ശിവ 500 രൂപയോ? ഇത്രയും കാശ് കൂട്ടി വെച്ചാ നിനക്കൊരു വലിയ സമ്പാദ്യം ആവില്ലേ? മാഷേ, ആർക്ക് വേണ്ടിയാ സമ്പാദിക്കാൻ? ഞങ്ങൾക്ക് അതിന് ദൈവം മക്കളെ ഒന്നില്ലല്ലോ. അവളെ സമാധാനിപ്പിക്കാൻ ഇതൊരു മാർഗം. ഇച്ചിരി ധൈര്യം കിട്ടേ. ഇതൊക്കെ നിങ്ങൾ അടിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങള് അല്ല മാഷേ, 2 അടിച്ചാ പിന്നെ ഭയങ്കര സ്നേഹം അവള് പറയണേ. ഉണ്ണി, എന്നാ 2 വാങ്ങി അദ്ദേഹത്തിനും കൊടുത്ത് ആ സ്നേഹം പുറത്തേക്ക് വരട്ടെ. എന്താ മാഷേ വേണോ? അപ്പൊ ഞങ്ങൾക്ക് പുറത്ത് സൈഡ് കൊടുക്കണോ? വേണ്ട നിനക്കൊന്ന് പണി ഉണ്ടായില്ലേ? ഉണ്ടായിരുന്നു മാഷേ. കഴിഞ്ഞുള്ള വരോ നമ്മുടെ മനക്കല തോട്ടത്തിലായില്ലേ? അതൊക്കെ പോട്ടെ. എന്തൊക്കെയുണ്ട് മാഷിന്റെ വിശേഷം? ഇത് മാഷിന്റെ ആദ്യ ഭാര്യയുടെ ഓർമ്മ ദിവസല്ലേ? അതെ, ഞങ്ങളുടെ വിവാഹ വാർഷികവും. അത് കളിക്കുണ്ട് മാസം. അപ്പൊ വെങ്കിടി വന്നില്ലേ? ഇല്ല, അവന്റെ പിണക്കം ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. അല്ലേലും ഇന്നത്തെ കാലത്ത് മക്കളെ നമ്പിയാൽ അല്ല മാഷെ, ഒരു ഉത്തരവാദിത്തമില്ലാന്നാ പറഞ്ഞേ. അത് ശരിയാ. ഒന്നാലോചിച്ച മക്കളില്ലാതിരിക്കാൻ നല്ലത്. അവരുണ്ടാക്കുന്ന പുലിവാലികൾക്ക് സമാധാനം പറയണ്ടല്ലോ. അതും ശരിയാ. എന്നാലും ചില നേരത്ത് ഒറ്റപ്പെട്ട പോലെ അപ്പൊ തോന്നും ഒന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ എന്ന്. അതും ശരിയാ. പക്ഷേ ദൈവം കഴിഞ്ഞില്ല. എത്ര ഉള്ളിയാ കാണിച്ചത്, ഒരു കാര്യം ഉണ്ടായില്ല. ചില നേരത്തെ ദാസാണിയുടെ സങ്കടം കണ്ടു നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ കുറെ നേരം കെട്ടിപ്പിടിച്ചത് കറങ്ങി. ഉണ്ണി, മക്കളുണ്ടാവാൻ ഉരുളി കമഴ്ത്തിയിട്ടോ അമ്പലത്തിൽ കടന്നു ഉരുണ്ടിട്ടോ ഒരു കാര്യമില്ല. അന്നേരം വീട്ടിൽ കടന്നു. അല്ല, അതും ശരിയാ. നിങ്ങളെന്താ രണ്ടുപേരുടെ അതും ശരിയാന്ന് പറഞ്ഞു കളിക്കാം? അതും ശരിയാ. നല്ല മഴ വന്നിട്ടാ. പെയ്യട്ടെന്നേ, ഈ പൊരിയണ മണ്ണിനും മനസ്സിനും അതൊരു ആശ്വാസ. പെയ്യട്ടെ. അതൊക്കെ ശരി തന്നെ. ഇക്കൊല്ലം ഓടിറക്കി മയഞ്ഞിട്ടില്ല. ചോർച്ചുണ്ടാവേ, അതാ പേടി. പണ്ട് കുട്ടിയായിരിക്കുമ്പോ മഴ കാണാൻ പുറത്തേക്ക് പോകണ്ടായിരുന്നു. അതെന്താ, നടുമുറ്റുണ്ടായിരുന്ന? ആ, ഏതാണ്ട്. പുറത്ത് വീണേക്കാൾ അധികം വെള്ളം അകത്തോട്ടല്ലേ വീണേ. പാവം അമ്മ സകല പാത്രങ്ങൾ നിരത്തി വെക്കും. മഴക്കാലത്ത് കഞ്ഞിങ്കലം എന്നും നിറഞ്ഞിരിക്കും, പക്ഷേ കഞ്ഞിണ്ടാവില്ല മാത്രം. ഇക്കൊല്ലം എനിക്ക് നിരത്തേണ്ട ഒരു പാത്രങ്ങള് പണ്ട് വളരെ കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നുമാ നമ്മ വളർന്ന്. അതൊക്കെ ഇന്നത്തെ പിള്ളേരോട് പറഞ്ഞു അവർക്ക് വല്ല മനസ്സിലാവും ടീച്ചറെ. അതും ശരിയാ. അതൊക്കെ പറ്റും. അങ്ങനത്തെ മാസം അപ്പൊ മാഷ് വാങ്ങാൻ പറഞ്ഞ സാധനം പിന്നെ മറ്റേ സാധനം കിട്ടും. ഓ, അത് സർപ്രൈസ്. ഇവനോട് പറഞ്ഞ എന്നെ പറഞ്ഞാ മതിയല്ലോ. കാണട്ടെ എന്തുട്ടാ കൊണ്ടുവന്നിരിക്കുന്നത്. നീ എന്നെ കുറിച്ച് എന്താ കരുതിയത്? നീ എപ്പോഴും പറയാറില്ലേ നിനക്കൊന്നും വാങ്ങി തന്നില്ല. ഈ കേക്ക് മുറിച്ച് നമുക്ക് ഇന്ന് ആഘോഷിക്കാം. കേക്കോ? എന്നാ മാഷെ ഞാനേ ഇനിയും വൈകിയ എന്റെ പാർട്ട്നേഴ്സ് പോവേ. ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ താനും കൂടോ? അന്നെ കൂടല്ലേ? കൂടാ.
എന്ത് തോന്നിയ സാറേ കാണിച്ചത്? എനിക്കിവിടെ വരെ സമയം കാലം നിശ്ചയിച്ചിട്ടുണ്ടോ? അതല്ല, നീ ഇരിക്കേ. എല്ലാവരും ഇരുത്താൻ നോക്കണ്ട. മാഷേ, ഇന്ന് അവന്റെ അമ്മയുടെ ശ്രാദ്ധല്ലേ? ഇപ്പോഴേ ഒഴിവ് കിട്ടി കാണും. നീ വല്ലതും കഴിച്ചോടാ മോനെ. ഞാൻ നിങ്ങളുടെ ശ്രാദ്ധം കൂടാനോ സർക്കാർ സ്വീകരിക്കാനോ വന്നല്ല. പിന്നെ തള്ളേ എന്നെ മോനച്ചനെ കൊണ്ടെന്ന് വിളിക്കണ്ട. ഒരമ്മ വന്നിരിക്കുന്നു. നീ എന്താണ് ഇങ്ങനെ? നിങ്ങളൊരു അച്ഛനാണോ? അച്ഛനാണ് അത്ര അച്ഛൻ. അതിന് ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? കുറച്ചു നാളായി ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴാ തരം കിട്ടിയത്. നിങ്ങൾ ഈ തള്ളയെ കെട്ടാൻ തീരുമാനിച്ചപ്പോ ഒരു വട്ടം ഈ എന്നെ കുറിച്ചൊന്ന് ആലോചിച്ചു. മകൻ കെട്ടാറായി നിൽക്കുമ്പോ അച്ഛൻ കെട്ടുന്നു. കൊള്ളാം. അതിന് നീ വിവാഹത്തിന് തയ്യാറായി നിൽക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു. നിനക്ക് ഒരാലോചന വരുമ്പോ ഈ വീട്ടിലൊരു അമ്മ വേണം, എങ്കിലും നല്ല കുടുംബത്തിൽ പെണ്ണ് കിട്ടും. അതൊക്കെ പോട്ടെ, ഇത് പറയാനെങ്കിൽ നീ വന്നല്ലോ, നന്നായി. അച്ഛൻ എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട. നന്നായി പോലും മകന് പെണ്ണ് കിട്ടാൻ വേണ്ടി അച്ഛൻ കെട്ടിയതാണ് അത്രേ. നല്ല ന്യായീകരണം. ഇപ്പോഴത്തെ ഈ ചോദ്യം നിന്നോട് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പോട്ടെ, സാറില്ല. എന്ത് സാരില്ല? മനുഷ്യന് നാണം കെട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നുണ്ട്. തന്തയ്ക്ക് വയസ്സാം കാലത്ത് തോന്നിയ ഒരു ഊതി. എന്താണോ നിനക്ക് തൊഴിൽ നാണക്കേട്? ഞാനൊന്ന് കെട്ടിയതോ? 10-65 വയസ്സായ എന്റെ കാര്യങ്ങൾ പിന്നെ നീ നോക്കോ അതോ നിന്റെ ഭാര്യ നോക്കോ? നാണക്കേടോ അത്ര. ഇത് മാത്രമല്ല, ഞാൻ പറയാം. ഉപ്പുമാവുകാരി ഉപ്പുമാവ് തന്നെ ചത്ത കഥ നാട്ടിൽ മൊത്തം പാട്ടാണ്. ആളുകൾ നോക്കുമ്പോ മനുഷ്യന്റെ തൊലി ഉരിഞ്ഞു പോവാ. അതിന് ഞാനെന്താ ചെയ്യാ? സത്യം അതല്ലേ? സത്യം ആർക്കറിയാം സത്യം എന്താണെന്ന്? അതെന്താണ് ഇപ്പൊ നീ ഇങ്ങനൊരു സംസാരം? നീ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് എന്റെ അമ്മയുടെ മരണത്തിൽ സംശയമുണ്ട്. സംശയമോ? എന്ത് സംശയം? ഉപ്പുമാവ് തൊണ്ടയിൽ കുടുങ്ങിയത് അതോ ഉപ്പുമാവിൽ വിഷം ചേർത്ത് കൊടുത്തു? അതിലെടുക്കുന്നുണ്ടോ? അച്ഛനോട് ഇങ്ങനെയൊന്നും പറയല്ലേ മോനെ. വെങ്കിടി, നിങ്ങൾ ഈ തള്ളയെ കെട്ടാൻ തീരുമാനിച്ചപ്പോ ഭയം കൂടി. വയസ്സ് എന്റെ അമ്മയെ ഒഴിവാക്കാൻ നിങ്ങൾ വിഷം കൊടുത്ത് കൊന്നല്ലേ? എന്ത് തോന്നിവാസാണോ നീ പറയുന്നത്? നിനക്ക് അല്പമെങ്കിലും ബോധമുണ്ടോ? ആശുപത്രിയിൽ വെച്ചല്ലേ അമ്മ മരിച്ചത്? തോന്നുവാസം കൊന്നതാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി കൂട്ടുകാരനായ ഡോക്ടറെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യിക്കാതെ സാധാരണ മരണമാക്കി മാറ്റി. ഒന്നും ഞാൻ അറിയില്ലെന്ന് കരുതിയോ? ഇതൊക്കെ നിന്നെ ആരും തെറ്റിദ്ധരിപ്പിച്ചാണ് മോനെ. തെറ്റിദ്ധാരണ ശരിയേത് തെറ്റെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ ഇന്ന് എനിക്കുണ്ട്. എന്നങ്ങനെ മണ്ടനാക്കട്ട. ഇത് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നത്? പോയിക്കോ. എനിക്കിതൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നടാ? നിങ്ങളൊക്കെ എന്ത് വിചാരിച്ചു എന്റെ അച്ഛനെ കെട്ടി ഇവിടെ സുഖമായിട്ട് വാഴണമെന്നോ? അതിന് ഞാൻ മരിക്കണം. ഓഹോ, അപ്പൊ അതാണ് കാര്യം. വീടും പറമ്പും. ഞാൻ അന്നേ പറഞ്ഞില്ലേ മാഷേ, ഇവിടെ വീടാണ് മുഖ്യം. കൊള്ളാം. അപ്പൊ കൃത്യമായിട്ടെല്ലാം ഓതി കൊടുക്കുന്നുണ്ടല്ലേ? ഓണിച്ച് നോക്കിക്കോ, ഓടിച്ച് തരാൻ ഞാൻ. എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ മനസ്സമാധാനത്തോടെ നിങ്ങളെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല. നോക്കിക്കോ. തിരിച്ച് വരും ഞാൻ. അവൻ നന്നാവില്ല. അവന്റെ ബുദ്ധിയൊക്കെ തിരിഞ്ഞു. അച്ഛനും അമ്മയും ഒന്നും അവന്റെ പ്രശ്നമല്ല. അമ്മണി, ഇത്തിരി വെള്ളം തരും കുടിക്കാൻ. ഇപ്പൊ കൊണ്ടുവരാം മാഷേ. എന്തൊക്കെയാവും പറഞ്ഞിട്ട് പോയ? നീ കേട്ടില്ലേ സാഹത്തിലെ നമ്മുടെ മോൻ പറഞ്ഞു? നിന്നോളം നിറമുള്ള പൂക്കളുണ്ടോ? നിൻ കണ്ണോളം തെളിയുന്ന പുഴകളുണ്ടോ? നിന്നോളം നിറമുള്ള പൂക്കളുണ്ടോ? നിൻ കണ്ണോളം തെളിയുന്ന പുഴകൾ
പൂക്കളുണ്ടോ നിന്നോളം പാടുന്ന പൂങ്കുയിലുണ്ടോ നിന്നോളം അഴകുള്ള സ്വപ്നമുണ്ടോ മാഷേ നിന്നോളം നിറമുള്ള പൂക്കളുണ്ടോ നിൻ കണ്ണോളം തെളിയുന്ന പുഴകളുണ്ടോ നിന്നോളം നിറവുള്ള പുലരിയുണ്ടോ മാഷേ മാത്രമാം സന്ധ്യയുണ്ടോ നിന്നോളം നിറവുള്ള പുലരിയുണ്ടോ നിന്നോളം ആർദ്രമാം സന്ധ്യയുണ്ടോ നിൻമുഖശ്രീ നിലാവിനുണ്ടോ നിന്റെ പുഞ്ചിരി എന്നിൽ വസന്തമല്ലേ നിന്റെ പുഞ്ചിരി എന്നിൽ വസന്തമല്ലേ മാഷേ സ്വപ്നം കാണുകയാണോ? കലികാലം മാഷേ, കലികാലം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം ഇങ്ങനെയാ, ന്യൂജൻ. അവർക്ക് ബന്ധങ്ങളുടെ വില അറിയില്ല, ഗുരുക്കന്മാരോട് ആദരവില്ല, സുഹൃത്ത് ബന്ധങ്ങളില്ല. ആകെയുള്ള ബന്ധം മൊബൈൽ ഫോൺ മാത്രം. അതാണ് അവരുടെ ലോകവും. എന്നാലും എന്റെ സ്വാതന്ത്ര്യം ഞാൻ കൊന്നു എന്നല്ലേ അവൻ പറഞ്ഞത്. അവർ ഈ ഒരു തലമുറ കൂടി കഴിഞ്ഞാൽ ഈ നാടിന്റെ അവസ്ഥ ആലോചിക്കാനേ വയ്യ. എന്താണ് ഈ എന്റെ മോൻ ഇങ്ങനെ? ഇക്കാലത്ത് മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കൾ അവരുമൊത്തുമുള്ള ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഫാദേഴ്സ് ഡേയും മദേഴ്സ് ഡേയും ആഘോഷിക്കുന്ന കാലത്താ മാഷെ നമ്മളെ ജീവിക്കണേ. മാഷ് സമാധാനിക്ക്, കുറച്ചു കഴിയുമ്പോ എല്ലാം ശരിയാവും. നീ വല്ലതും കഴിച്ചാൽ നമ്മുടെ നേരത്തെ വിശന്നപ്പോ ഒരു പഴം കഴിച്ചു. എനിക്കൊന്നും വേണ്ട. അത്താഴ ഭക്ഷണം പാടില്ല. ഞാൻ നല്ല കുത്തരിക്കഞ്ഞും പുഴുക്കും വെച്ചിട്ടുണ്ട്, കുറച്ച് എന്തെങ്കിലും കഴിക്കാം. എടുത്തു വെച്ചോളൂ, ഞാൻ വരാം. വിശക്കുണ്ടല്ലോ അപ്പാ പാകത്തിന് ഇപ്പൊ പോവാട്ടാ. എഴുന്നേൽക്കാൻ എന്താ എന്താ എന്തോ ശബ്ദം, ആരോ അകത്ത് കയറിയിട്ടുണ്ട്. മോഷ്ടാവാണോ? മോഷ്ടാവല്ല, കള്ളൻ. മുറിയിലുണ്ട്, ഞാൻ കുറ്റിയിട്ടിട്ടുണ്ട്. മാഷ ആരെങ്കിലും പോയി വിളിച്ചോണ്ട് വാ. ഈ പാതിരാത്രിക്കോ? ഞാൻ ഒറ്റയ്ക്കോ? മാഷേ, ഞാൻ പോവാം. ചെല്ല്, ചെല്ല്. എവിടെ എവിടെ പഹൻ? മുറിയിലുണ്ട്, ഞാൻ കുറ്റിയിട്ടു. അത് നന്നായി, ഗുഡ്. അകത്തുണ്ടോ? ഉറപ്പാണല്ലോ. അകത്തുണ്ട്, ഉറപ്പ്. ചേട്ടാ വടി ആയുധം തെച്ചെടുത്തോ? ആളൊന്നും സർക്കാരിനായിരിക്കില്ല. അവന്റെ കയ്യില് ടൂൾസ് കാണും, ശ്രദ്ധിക്കണം, വിടരുത്. സൂക്ഷിക്കണം കേട്ടോ. തല്ലൊന്നും വേണ്ട കേട്ടോ. മാഷൊന്നും വേണ്ടായിരുന്നേ, അമ്മായി ശരിയൊക്കെ. ആദ്യം തന്നെ ഞാൻ അടിക്കും, പിന്നെ പസറ്റ് മുക്കാം. അത് വേണ്ട, ആദ്യം ഞാൻ അടിക്കാം, പിന്നെ ചേട്ടൻ ഇത്തിരി വാതിലൊന്നും ഞാൻ ഇപ്പൊ ശരിയാക്കോളൂ. തല്ലാതെ പിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാം. വേണ്ട വേണ്ട, അവൻ ചീത്തയാവും. അതെ, നമുക്ക് പോലീസിനെ വിളിച്ചാൽ മതി. നിയമം നന്നായി കയ്യിലെടുക്കണ്ട. മാഷ് പോ. ഇത് പറയണ്ട. പിന്നെ ഒരു പേരെന്താ? ഇത് ആളാണോ?
നീ തമ്മ നീ പങ്കാളിയാ നാട്ടെ ചോറ് വെച്ച് ചോറ് കൊടുക്കണം എനിക്ക് ചപ്പാത്തി കിട്ടാം. അതെ പോലീസിനെ വിളിച്ച് പറയുന്നത് പോലീസ് ഇപ്പൊ എത്തും. അതുവരെ അദ്ദേഹത്തെ ആരും തല്ലരുത്. അദ്ദേഹം നല്ല കഥ. അല്ല അത് പിന്നെ അയാളെ അവനെ ഇടിച്ചു സാറ്, അവനെ തല്ലി ഇഞ്ച പരിവാക്കി. ഞാനിപ്പോ ചാവും. അവന്റെ ഒരു മോണല് എന്തോ നടുവ് ഇഞ്ചപ്പരിവം ഇടിച്ച് പഞ്ചറാക്കി സാറേ. ഓ അതെ തൊണ്ണി അവിടെ അതിന് കക്കണേ വേണ്ടി കള്ളനെ പിടിച്ചില്ല സാറേ. ഓ അപ്പൊ ആ പ്രതീക്ഷയിൽ പോയി. ഈ കേസ് അന്വേഷിക്കാൻ ഞാൻ ഏതറ്റം വരെ പോവും, അതും ഇന്ന് വരെ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ. ഒരു ഭ്രാന്തനെ പോലെ. കള്ളനെ കിട്ടില്ലേ പിന്നെ എന്ത് കഴിക്കാനാ? എടോ അത് നീ കള്ളം തന്നെയാണ് കയറിയെന്ന് എന്റെ തെളിവ്. കോടതിയിൽ തെളിവുകളാണ് മുഖ്യം. അതുകൊണ്ട് നമ്മുടെ സ്റ്റേഷനിൽ തെളിയാതെ കിടക്കുന്ന പല കേസുകളും നമ്മൾ ഇവന്റെ തലയിൽ കെട്ടിവെച്ച് ഫയൽ ക്ലോസ് ചെയ്യുന്നു. മനസ്സിലായോ? ഓ അങ്ങനെ. ഈ കേസൊക്കെ നമുക്ക് തെളിയിക്കാനായാൽ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് നല്ലൊരു പേരുണ്ടാക്കാടോ. സാറിന്റെ ഒരു ഒടുക്കത്ത ബുദ്ധി. ചേട്ടാ ഇത് പുലിയല്ലേട്ടാ, പുലിയ. എവിടെയാണ് ഒരു പട്ടി ഓരുന്നത്? പഠിച്ച കള്ളനവൻ. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ 4ാം ക്ലാസ്സിൽ 4 പ്രാവശ്യം തുടങ്ങി സ്കൂളില്. താരാണ് തനിക്കണെങ്കിൽ താൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവനൊരു സിനിമയുടെ ഏതോ താനാരാണെന്ന്. എന്താണ് തന്റെ ജോലി? ഇവനെ നോട്ട് ചെയ്തോ? ഇവനാള് ബസ്സുക. ഏതോ താൻ ഇവനെ തല്ലിയോന്നാ ചോദിച്ചേ? ഞാൻ ചെയ്തില്ല സാറേ. അതെ, ഇത്തരം സന്ദർഭങ്ങളിൽ ആരായാലും തല്ലിപ്പോകും. അതുകൊണ്ട് സാരൊന്നുമില്ല. എന്തായാലും പോലീസിന്റെ പണി കൊടുത്തല്ലോ. ഞാൻ കൊടുത്തിട്ടുണ്ട് സാറേ. മേനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല കൂമ്പിനാ. ഈ വീട് കൈ ഒന്നേടെ മാറില്ലോ. വീട് കൈ സാറേ. ഞാൻ നല്ല ഇടിച്ചു. എന്റെ ഇടി ഭയങ്കര മർമ്മത്തിലായിട്ടുണ്ട്. വെരി വെരി ഗുഡ്. ഒരു കൈ ഒന്ന് കൈ. ഞാൻ തൊട്ടിട്ടില്ല. എന്നെ എല്ലാവരും കൂടി തല്ലി കൊണ്ടാറാക്കി. ഈ വീടിന്റെ ഉടമസ്ഥനാരാ? അത് ഞാനാ. എന്താണ് തന്റെ പേര്? നാരായണൻ മാഷാണ്. ഇതെന്റെ ഭാര്യ ടീച്ചർ. നിങ്ങൾക്ക് മക്കളില്ലേ? ഒരാള് വെങ്കിടി. ഈ വെങ്കിടി എവിടെ താമസം? എന്തോന്നാണ് ഇത്? അബ്ബാസ്, കുബൂസ്, ഇപ്പൊ മങ്കിടി, വെങ്കിടി. ആകെ ഒരു വശപ്പശകാണല്ലോ. അതെ സാറേ. നീ തന്റെ പേരെന്താണാവോ? ഉണ്ണിയപ്പൻ. മനസ്സിലായി. തനിക്ക് ഉണ്ണിയപ്പത്തിന്റെ ബിസിനസ് അല്ലേ? അല്ല സാറേ, കൂലിപ്പണി. ഞാൻ സമ്മതിക്കൂല. ഉണ്ണിയപ്പൻ മതി. അബ്ബാസിന് കുബൂസ്, മങ്കിടിക്ക് വെങ്കിടി, അപ്പൊ ഉണ്ണിയപ്പന് ഉണ്ണിയപ്പം. ഇനി എന്താണോ സാറിന്റെ പേര്? സുന്ദരൻ. സുന്ദരൻ. ഇത് നീ ജനിക്കുന്നതിനേക്ക് ഇപ്പൊ നിനക്കിട്ട് പേരായിരിക്കും അല്ലേ? അതെ. വീടെവിടെയാ? കോക്കോ. അതിൽ കഴിയണം. കോളത്തകുന്ന്. അങ്ങനെയൊക്കെ ഒരു സ്ഥലപ്പേരുണ്ടോ? ഉണ്ട് സാറേ. ഐഡിയാലക്കടയില്. അതെ. അച്ഛന്റെ പേരെന്താ? അത്
ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞാ മതിയോ? ആരോട് ചോദിച്ചിട്ട്? അമ്മൂമ്മോട്. അല്ല PC. എല്ലാവരുടെയും ഫുൾ ഡീറ്റെയിൽസ് മേടിച്ചു കൊടുത്തോ. ഒരൊറ്റ എണ്ണത്തിന് വെറുതെ വിടരുത്. അല്ല സാറേ, ഇനി ഞങ്ങൾ എന്തിനാ സാറേ ഇവന് കൊണ്ടുപോകല്ലേ? ഞങ്ങൾ പോട്ടെ. കൊണ്ടുപോകും, പക്ഷേ അത് സ്റ്റേഷനിലേക്കല്ല, ആശുപത്രിയിലേക്ക്. ഇവനെ ഈ പരുവത്തിലാക്കിയത് നിങ്ങൾ രണ്ടുപേരും ചേർന്നാ. സാറേ എന്നെ ആശുപത്രിക്ക് കൊണ്ടുപോകണ്ട സാറേ, വേണമെങ്കിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടോക്കോ. അതെന്താണ്? സാധാരണ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണല്ലേ പറയാറ്? ഈ ആശുപത്രി കൊണ്ടുപോയല്ലേ അവരെന്നെ ഇഞ്ചക്ഷൻ എടുക്കും. അയ്യോ, ഇഞ്ചക്ഷൻ പേടി സാറേ. ഓക്കെ, അവരൊന്നും തല്ലിയിട്ടൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ലെന്ന് കണ്ടോ. ഒരു കുണുവാന്നിരിക്കല്. ഇഞ്ചക്ഷൻ പേടിയാണത്ര. സാറേ ഒരു സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയല്ലോ. ഞാനൊന്ന് ആലോചിക്കട്ടോ. എന്താ വല്ല കുഴപ്പമുണ്ടോ? അതെ, ഇപ്പൊ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ പ്രശ്നം. ഇവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മ കുടുങ്ങും. ഇവിടെ ആകുമ്പോ നമ്മ സേഫാ. പിന്നെ ഈ കേസ് തിരിക്കാനും മറിക്കാനും ഒക്കെ നമുക്കറിയാലോ. എനിക്ക് മനസ്സിലായില്ല. ഓ PC, എടോ തനിക്കറിയാലോ എന്റെ അളിയനെ. അയാൾ മൂവാറ്റുപുഴ SI ആയിരിക്കുമ്പോ ഇതുപോലെ നാട്ടുകാർ ചേർന്നൊരു കടനെ പിടിച്ചു. 2-3 പേരല്ല, കുറച്ചധികം ആളുകൾ. അവരവനെ ശരിക്കും അങ്ങോട്ട് പെരുമാറി. ഒടുവിൽ അളിയനെത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ലോക്കപ്പിലിട്ടു. 3 മണിക്കൂർ കഴിഞ്ഞപ്പോ ആള് തീർന്നു. എന്നിട്ടോ പത്രമാധ്യമങ്ങൾ പോലീസ് പീഡനം, ലോക്കപ്പ് മർദ്ദനം ശരിക്കും അങ്ങോട്ട് ആഘോഷിച്ചു. ഒടുവിൽ അളിയന്റെ ജോലി പോയി കിട്ടും. ഇപ്പോ കുടുംബം നോക്കാൻ ആളി വാഴകൃഷി ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സമയം നേരം വിളിക്കാൻ ഇനി കുറച്ച് സമയം ഇവിടെ ബാക്കിയുള്ളൂ. അതുവരെ ഇവനോട് തന്നെ നിൽക്കട്ടെ, താനും നോക്കിയാൽ മതി. ഓക്കെ, രാവിലെ ഞാൻ എത്തി കൊണ്ടുപോക്കണം. എനിക്ക് ഈ വാഴകൃഷി ചെയ്യാനേ ഒട്ടും താല്പര്യമില്ല. അതെ സാറേ, വാഴകൃഷി ചെയ്യണ ചങ്ങാലിക്കൂടെ നേന്ത്രന്റെ ഒരു കൊലയ്ക്ക് 100 കിലോ കിട്ടും. കേട് കുറവാ. പിന്നെ ഇടകളായിട്ട് മത്തനോ കുമ്പളനോ ഒക്കെ നടാം, നല്ല ലാഭം കിട്ടും. കിഴങ്ങായോടോ കിഴങ്ങ. തനിക്ക് എന്ത് പണിയാണെന്നാ പറഞ്ഞേ? മാഷാണോ? സത്യം പറ, പ്യൂണല്ലേ? സത്യമായിട്ട് മാഷാണ്. എവിടെയെങ്കിലും ഒന്ന് നിൽക്കും. സത്യം. ആ ബെസ്റ്റ്. ഈനാമ്പേച്ചിക്ക് കൂട്ട് മരപ്പട്ടി. കൊണ്ടുപോകല്ലേ? ഓ, അപ്പൊ ഇത്രയും നേരം ഇവിടെ പറഞ്ഞൊന്നും ഈ മണ്ടയിലേക്ക് കേറിയില്ലേ മാഷേ? ഓ, വാഴകൃഷി. ഞാൻ എടോ തൽക്കാലം ആരും കൊണ്ടുപോകുന്നില്ല. ഇവിടെ നിർത്തുന്നു പോലീസ് കസ്റ്റഡിയിൽ. കാവല ഈ PC-യും പിന്നെ ഇവനെ ഇടിച്ച് പഞ്ചറാക്കിയ ഈ 2 പേരും. ഇതിനിടയിൽ ഇവന് എന്തെങ്കിലും സംഭവിച്ചാ പക്ഷേ കൊലപാതകത്തിന് 1-ാം പ്രതി മാഷായിരിക്കും. ഒരു കാര്യമില്ല. വീടിന്റെ ഉടമസ്ഥനാരാന്ന് പറഞ്ഞേ? അപ്പൊ മാഷ് തന്നെ 1-ാം പ്രതി. 2-3 പ്രതികൾ ഈ കൂമ്പിലിടിച്ച അബ്ബാസും മർമ്മത്തിലിടിച്ച എവിടെ ഉണ്ണിയപ്പനും. പിന്നെ ഈ നമ്മുടെ അമ്മിനെയാണ് ഇതിന്റെ ദൃക്സാക്ഷി. അയ്യോ, ഈ സംഭവങ്ങളെല്ലാം കണ്ടതിന്റെ സാക്ഷി നിങ്ങളാണെന്ന്. ഞാൻ അപ്പോഴേ തല്ലണ്ടാന്ന്. എന്നിട്ടിപ്പോ സാറേ, ഞങ്ങള് ചെയ്തത് തെറ്റാ, സമ്മതിക്കുന്നു. പക്ഷെ ഇതിന് ഞങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കണോ? ഞങ്ങൾ നാളെ കാലത്ത് വരാം, പോരെ? പോരാ, നിങ്ങൾ രണ്ടും ചിലപ്പോ ഇവിടുന്ന് മുങ്ങും. ഇവനെ ഈ പരുവത്തിലാക്കിയത് നിങ്ങൾ രണ്ടും ചേർന്ന. ഉള്ളിലെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതുവരെ രണ്ടും ഇവിടെ തന്നെ വേണം. സാറേ ഞങ്ങൾ പോട്ടെ, ഞങ്ങൾക്ക് കുടുംബ കുട്ടികളൊക്കെ. അയ്യോടാ, ഞാൻ പറഞ്ഞു നിന്നോട് കുടുംബ കുട്ടികളുണ്ടാക്കാൻ. എടാ, അതൊക്കെ ഇവിടെ എല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ട്. പിന്നെ ഇവനുണ്ട് ഇല്ലടാ. പിന്നെ 2 എണ്ണം, 2 ഭാര്യമാരെ. എന്നിട്ട് അതിന്റെ വലിയ അഹങ്കാരം നോക്കിയാ ചുമക്കണ കണ്ടില്ലേ കള്ളൻ. അമ്മിണി, ഒരു ഇത്തിരി ചുക്കും ഇത്തിരി കുരുമുളകും അതിനൊരു തുളസിലി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ഒരു നല്ല കാപ്പി ഒന്നുണ്ടാക്കി അവന് കൊടുത്ത്. അവനൊന്ന് ഉഷാറാവട്ടെ. എന്താ അപ്പൊ മാഷേ, എല്ലാം പറഞ്ഞ പോലെ ഓർമ്മയുണ്ടല്ലോ? ഞാൻ പോകുന്നു, ഞാൻ പോകും. അല്ല സാറേ,
എന്നായിരിക്കട്ടല്ലേ ഒരു വഴിക്ക് പോണതിൽ എന്തായാലും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കൈത്താങ്ങ് അല്ലേ? ആ രാവിലെ ഞാനെത്തും. അതുവരെ മീവന് ഒന്നും സംഭവിക്കാതെ നിങ്ങൾ നോക്കിക്കോ. ഓക്കെ ബിസി ടേക്ക് കെയർ. പക്ഷേ ഇവരെന്തെങ്കിലും വാങ്ങി കൊടുത്തു. നിനക്ക് എന്താ വേണ്ടേ? ചോറോ ചപ്പാത്തിയോ? അതിന് ഈ നേരത്തെ ഇപ്പൊ എന്ത് കിട്ടാനാ? അത് രാത്രിയിൽ ഞാൻ ചോറ് കഴിക്കാറില്ല. ചപ്പാത്തി ഇട്ട് ദഹിക്കില്ല. വല്ല ബിരിയാണി കിട്ടുവോ? ബിരിയാണി ബാപ്പാക്കെ അങ്ങനെ വേണം. ഞാനൊരു ബൈക്ക് വാങ്ങി തരാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? പ്രായപൂർത്തിയായില്ലെന്നാ. അതിന്റെ ശിക്ഷയാ. അനുഭവിക്ക്. അതുകൊണ്ട് ഇപ്പൊ വല്ലോണ്ട് വണ്ടി എടുത്ത് വരേണ്ടി വന്നാ. ഞാൻ വണ്ടി കൊണ്ടുപോയിട്ടേ വേറെ ഒരു ബിരിയാണി എവിടെ വെച്ച് പറ്റുന്നു. എന്റെ ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും ഭഗവാനെ? ചേട്ടൻ പോയല്ലോ ഈശ്വര, ഞാനിനി ഒറ്റയ്ക്കായല്ലോ. എനിക്കിനി ആരുണ്ട് ദൈവമേ? ഇവിടെ കിടന്ന് ബഹളം വയ്ക്കരുത്. നിങ്ങളുടെ ഭർത്താവിനോട് ഒന്നും സംഭവിച്ചില്ല. പൊക്കോ. കുഴപ്പമാവുമോ? ഞാൻ ബാപ്പാനെ വിളിക്കട്ടെ? ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ ഈ രാത്രി പോകണ്ടായെന്ന്. നെയ്യൊന്ന് അടങ്ങന്റെ നബീസു, ഞമ്മക്കൊന്നുമില്ലാന്നേ. പൊയ്ക്കോ, നാളെ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടാക്കാം. നേരെ ഒന്ന് വെളുത്തോട്ടെ. മതി നിർത്തിക്കോ. എല്ലാരും വെക്കോ. ഇവിടെ ഒന്ന് ഒച്ച വയ്ക്കരുത്. സാറേ, ഇവർക്ക് കുറച്ച് കാശ് തരാണ്ട് പറ്റാ പൊതിയിട്ടുണ്ട്. എനിക്ക് ബിരിയാണി വേണ്ട. ഇതിനെന്താ കുഴപ്പം? നീ പറഞ്ഞല്ലോ വയ്യത്. ഇത് മട്ടൻ ബിരിയാണി, ഞാൻ ചിക്കനെ കഴിക്കാം. ഇനി എന്ത് ചെയ്യും? സമയത്തിനായില്ലേ? എനിക്ക് കുറച്ച് കഞ്ഞി കിട്ടിയാ മതി. കുത്തരിയുടെ വേണം ട്ടാ. വെള്ളരി ഞാൻ കഴിക്കില്ല. ടീച്ചറെ കുറച്ച് കഞ്ഞി കൊണ്ടുവന്നവന്. കുറച്ച് കഞ്ഞിനെ ചോദിച്ചോളൂ, വേറെ ചോദിച്ചില്ല. ഓ, ഈ കഞ്ഞിക്ക് ചൂടില്ല. സോറി സാറേ. ഈ കഞ്ഞിക്ക് ടീച്ചറെ കഞ്ഞി ചൂടാക്കി കൊടുത്താ അവന്. കഞ്ഞി ടീച്ചറോടല്ല. എന്താ പ്രശ്നം? ഒന്നും പറയണ്ട. എന്റെ മെമ്പർ കണ്ടില്ലേ? അബ്ബാസെ ഉണ്ണി എന്തല്ല അവിടെ ഒരു ഇവനേതാ? ഇവൻ കള്ളൻ. മാഷ വീട്ടിലെ രാത്രി കക്കാൻ കയറിയതാ. ഞങ്ങൾ അവനെ കയ്യോടെ പൊക്കി. ഞങ്ങളാരാ മോൻ? ഇവന് ആൾ കൊള്ളാനാണ്. എന്താ പറ്റിയേ? ഞാൻ പറയാ എവിടുത്തെ മെമ്പറെ? നീ എന്നെ കഴിഞ്ഞ മാസം പറഞ്ഞ കല്യാണം വീട്ടിൽ വരുന്നത്? കല്യാണം വീട്ടിലാ? ആന്നേ, കല്യാണത്തിന് ഏതാണ്ട് ഒരാഴ്ച കൂടി ഉള്ളൂ. രാത്രി പറയുന്നിട്ട് രാത്രി വെള്ളം കുടിക്കാൻ എത്തുക. താല്പര്യമായിട്ട് അടക്കളയിൽ നോക്കി. അതേ ഇവൻ അടക്കളയിൽ ഇവൻ തന്നെ. എന്നിട്ട് പിടിച്ചില്ലേ? എവിടെന്ന്? ഇവൻ പറയുന്നിട്ട് തള്ളിട്ട് ഓടി. ഒറ്റയിട്ട് ആൾക്കാരെ സ്കൂട്ടായിന്ന്. ആന്നേ, ഭാഗ്യത്തിന് പണ്ടോ കാശോ ഒന്നും അവൻ എടുക്കാൻ പറ്റില്ല. ഭാഗ്യായി. നീ അടുക്കള. എനിക്ക് വിശപ്പിന്റെ അസുഖമുണ്ട്. അതെന്റെ ഭാര്യയോട് ചോദിച്ചറിയാം. വീട്ടുകാർ ഉറങ്ങി കണ്ടു കഴിഞ്ഞാ ഞാൻ പതുക്കെ അടുക്കളയിൽ കയറും. ഞങ്ങൾ പെട്ട് നിൽക്കുക.
പോലീസ് SI ഇപ്പൊ പോയുള്ളോ? എന്താ പക്ഷേ ഞാൻ പറഞ്ഞു വല്ല MLA മന്ത്രി ആരെയും വിളിക്കാം. നേരത്തെ രണ്ടുപേരെ ഇടപെട്ടത് ഈ കാണുന്നേ ഉണ്ടായിരുന്നാ മതി. ഞങ്ങളെ ജാമ്യത്തിന് എടുക്കാലോ. അപ്പൊ തന്നെ വല്ല ശരിക്കും പെരുമാറിയല്ലേ? ഞങ്ങളെ കിട്ടാത്തന്നെ കുറവാ. ആ ചെക്കൻ വന്ന് പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങളൊക്കെ പ്രതികളായിപ്പോ. ഞങ്ങളെങ്ങും പോലീസ് കൊണ്ടുപോയാ ഇവിടെ ആള് വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ആ ചെക്കനെ പറഞ്ഞയച്ചത്. മാഷ് പേടിക്കണ്ട, ഇവനെ കിട്ടാത്തന്നെ കുറച്ച് നാളെ ഈ പരിസരത്തിലുണ്ട്. SI എന്ത് കൊണ്ടുപോയേ? ഇവനെന്തെങ്കിലും പറ്റിയ ഞങ്ങൾ 3 ആളും പ്രതികളാ. നേരെ വെക്കുന്നവരെ ഒന്ന് 10 അവർ കൊണ്ടുപോകും. അങ്ങനെ പേടിക്കണ്ടേ? അപ്പൊ ആശുപത്രി കൊണ്ടുവരുന്നില്ലേ? അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. പ്രതി തപ്പി പോയിരിക്കാം. നാളെ രാവിലെ തന്നെ ഇവിടെ വരും. എന്നിട്ട് ഇവനെ ആശുപത്രിയിൽ കൊണ്ടുപോകണോ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ആറ് തീരുമാനിച്ചോളും. സാറേ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ആശുപത്രിയിൽ കൊണ്ടോട്ടാന്ന്. കഞ്ഞി ഇതുവരെ വന്നില്ലല്ലോ സാറേ. ഈ കിട്ടിയ അവസരം മുതലാക്കാനല്ലേ സ്റ്റേഷനിൽ ചെല്ലട്ടാ. നിന്നെ ഞാൻ ശരിയാക്കി തരാം. സാറേ ഒന്നല്ലെങ്കിൽ നമ്മൾ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ സാറേ? ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. ഒരേ ഡിപ്പാർട്ട്മെന്റോ? ആ ഞാൻ പണി കഴിഞ്ഞാൽ വിളിക്കാൻ പോകുന്നത് സ്റ്റേഷനിലേക്ക്. സാറ് പണി കഴിഞ്ഞാലോ സ്റ്റേഷനിൽ വീട്ടിലേക്ക്. അപ്പൊ ഒരേ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? നിനക്ക് ഈ ഇടപാടൊക്കെ വേറെ പഠിച്ചു വെക്കോറാ. പിന്നെ അതിന് സാറിന്റെ അപ്പൻ എടുത്തു വെച്ച എനിക്ക് പണി നിന്നെ ചതിക്കണം. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അല്ലെങ്കിൽ തന്നെ പുലിവരാതിരിക്കാം. അതെ സാറേ, 2 ഇടിയുടെ കുറവുണ്ട് ഇവർക്ക്. സ്റ്റേഷനിൽ കൊണ്ട് 2 മെനക്കാൻ കൊടുക്കും സാറേ. സോറി സാറേ, പറഞ്ഞപ്പോ ഒരു ഒഴുക്കിന് ഇങ്ങനെ പറഞ്ഞു പോയതാ. അയ്യോ മാഷേ മാഷേ എന്താ എനിക്ക് തൂറണം. ചതിച്ചോ? ആ ടോയ്ലറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും. മാഷ പോയി. ഒരു കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടാ. ചേട്ടാ പുലിവാലാവോ? ചിലപ്പോ പുലിവാലാകും. ഈ ചേട്ടന്റെ ഇടിയ പ്രശ്നമായത് മർമ്മത്തിനല്ലേ അടിച്ചത്? അത് വിട്. നിന്റെ ഇടിയോ? കൂമ്പിനല്ലേ? കൂമ്പിന്. അതൊക്കെ പോട്ടെ. ഇതൊക്കെ വരുന്നത് കാണും. മെമ്പർക്ക് അത് പറയാം. എനിക്ക് അടുത്ത ആഴ്ച ദുബായിക്ക് കൊണ്ടുവന്നാ. ഹലാക്ക്. അതൊരു ഭക്ഷണല്ലേ? അത് ഹലാല്, ഇത് ഹലാക്ക്. പണ്ടാറം. നിങ്ങൾ രണ്ടുപേരും തലൂറുണ്ട. പ്രശ്നമാകാൻ പോകുന്നത് അബ്ബാസിന. പഠിച്ചോനെ എനിക്ക് മാത്രം എന്താ സാറേ? താൻ തന്റെ മകനും ശ്രദ്ധിച്ചോ? അവൻ കുറച്ച് ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അവൻ അങ്ങനെ ചെയ്യില്ല സാറേ. അതെ സാറേ, ആ പയ്യനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ നല്ല പയ്യനാ. എല്ലാ മാതാപിതാക്കളും അങ്ങനെ തന്നെ പറയാ. പക്ഷെ സത്യം മറ്റൊന്ന്. അത് ശരി, അത് ശരിയാ. എന്ത് ശരി? ചേട്ടൻ ആവശ്യമില്ലാത്ത പറയുന്നേട്ടാ. അല്ല സാറ് പറഞ്ഞതും കാര്യമെന്ന് ഞാൻ പറഞ്ഞേ. എന്റെ റബ്ബേ, ആകെയുള്ള ഒരുത്തനാ. അവനെന്തെങ്കിലും സംഭവിച്ച സാരികളോ ഇപ്പൊ തുടക്കാം. ഒന്ന് ശ്രദ്ധിച്ചാൽ അവൻ ചിലപ്പോ രക്ഷപ്പെടും. അബ്ബാസേ പോട്ടെ, നമുക്ക് നോക്കാടോ. ഇല്ലാത്തവർക്ക് ഇല്ലാത്ത ദുഃഖം, ഉള്ളവർക്ക് ഇങ്ങനെ. എന്ത് ലോകം, കലികാലം. ഇതിന് പോലീസിന് നല്ല ശ്രദ്ധക്കുറവുണ്ട്. പിന്നെ പോലീസിന് ഇത് മാത്രമാണുള്ള പണി. എടോ, പോലീസിനും കോടതിക്കൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. മെമ്പറെ, നമുക്കൊരു പൗരസഭ രൂപീകരിച്ച് ലഹരിക്കെതിരെ സമരം നടത്തിയാലോ? അതല്ലേ, ഇതിനെ കുറിച്ച് പാർട്ടി തലത്തിൽ ഞങ്ങൾ ഇതിനെ കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇതല്ലാണ്ട് സാറേ അങ്ങനെ ചെയ്യാ. സാറേ, ലഹരിക്കെതിരെ ശക്തമായ നിയമം കൊണ്ടുവരണം. അതിന്റെ ഉറവിടം നശിപ്പിക്കണം അല്ലേ സാറേ? അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലോ സാറേ. ഇത് ഉപയോഗിക്കുന്നവരെ നമ്മൾ ഉപദേശിച്ച് പിന്തിരിപ്പിക്കണം. വാങ്ങാൻ ആളില്ലെങ്കിൽ വിൽപ്പന നടക്കില്ലല്ലോ. എങ്ങനെ? അതല്ല മെമ്പറെ വേണ്ടത്, വിൽപ്പനയാണ് തടയേണ്ടത്. വിൽക്കുമ്പോഴേ വാങ്ങാനാളെ കിട്ടും. എന്തിന്? നിങ്ങളുടെ നേതാക്കന്മാരെ തന്നെയല്ലേ ഇതിന്റെ പിറകില്. അങ്ങനെ പറയുന്നു. ഞങ്ങൾ പാർട്ടി തലത്തിൽ ഗൗരവമായി ചർച്ച ചെയ്യും, അപലപിക്കും, ദുഃഖം രേഖപ്പെടുത്തും. ഇതൊക്കെ തന്നെ നിങ്ങളെ കൊണ്ട് സാധിക്കും. കുറെ പാർട്ടിക്കാർ സമാധാനായി. നീയല്ലേ ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞത്? അതിന് ഞാൻ കഷ്ണം തിന്നിട്ടില്ല, ഞാൻ ചോറ് മാത്രം തിന്നുള്ളൂ. വിശന്നിട്ടല്ല ടീച്ചറെ. അപ്പൊ കഞ്ഞി വേണ്ടല്ലേ? പിന്നെ കുത്തിരിയിടില്ല. എനിക്ക് അതിന് വെള്ളം മാത്രം മതി. മാഷെ, മാഷക്കൊന്നും വേണ്ടേ? ഒന്നും വേണ്ട.
ഒരു ബീഡി കിട്ടിക്കാൻ വലിക്കായിരുന്നു. ഒരു പായ കിട്ടിയെങ്കിലേ തണ്ടലൊന്നും ഓർത്തായിരുന്നു. കിടക്കി കൂടി കൊടുക്കും പക്ഷേ ഒരു കത്തിലെടുത്ത പക്ഷേ പക്ഷെ നല്ല ചൂട് വേർക്കാണ്ടില്ല. ഫാനൊന്നുമില്ല ഇവിടെ. മനുഷ്യന്റെ ഓരോ അവസ്ഥകളെ മാഷേ ഞാൻ പോട്ടെ. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി. ഓക്കെ ഇത് പച്ചല ചൂടൊന്നും ഞങ്ങൾക്ക് ചുമയുള്ള അറിയില്ല. നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞാനേ കിങ്സ് ബീഡി വലിക്കാറ്. ഇപ്പൊ ഈ കാജ ബീഡി വലിച്ചപ്പോണ്ടായ ഒരു വിഷമം. സാറ് അറിയിക്കോ? സാറ് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അറിയിക്കോ? നശിച്ച നായി വരക്കാനുള്ള കണ്ണടയാൻ പറ്റില്ല. സാറേ എന്റെ അമ്മ കണ്ണടച്ചത് ഈ നായ തന്നെ പേണ്ടാറിന്. ഇന്നും മിണ്ടാതെ കിടന്നുറങ്ങി. ടീച്ചറെ ഒരു ചായ കേട്ടോ. കട്ടണ്ടേ അതിലാണല്ലോ ഉറക്കം വരാതിരിക്കാൻ കട്ടൻ നല്ലതാ. കുറച്ച് നാരങ്ങി പിഴിഞ്ഞോ. ചവിട്ടി പിഴിഞ്ഞില്ല ഞാൻ. മതിയോ? മതി മാഷെ, പതുക്കെ മതി. സമയം എത്രയാണോ? 4 ആവാറായി. എന്തൊരു ചൂടല്ലേ. മഴ പെയ്തിട്ടും ചൂടിനൊരു കുറവില്ല അല്ലേ? അല്ലെങ്കിൽ ഈ കാലത്ത് AC ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റും. ഇന്നത്തെ കാലത്ത് AC ഇല്ലാത്ത വീടുകളെ കുറവ്. പോലീസ് സ്റ്റേഷൻ വരെ AC. സർക്കാരിന് വേണ്ടി ജോലി ചെയ്യുന്നവരല്ലേ? സർക്കാർ ചില ആനുകൂല്യങ്ങൾ തരുന്നു. അയ്യോ, സർക്കാരിന് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യണം. കഷ്ടം. അപ്പൊ അവർക്ക് ശമ്പളം കുറവാ, ആനുകൂല്യം കുറവാ. അതെ, വികസനത്തിന്റെ കാര്യത്തില് കേരളം നമ്പർ 1 ആണ്. ഞങ്ങളെ പോലുള്ള പാവങ്ങള് കള്ളവണ്ടിയും കപ്പലും കയറി അന്യനാടുകളിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് കൂടിയ ഈ വികസനം. നല്ല വീട്, നല്ല ഭക്ഷണം, നല്ല പാർപ്പിടം, നല്ല ഹോസ്പിറ്റലുകൾ, ഇതൊക്കെ ഗൾഫ് നാടിന്റെ പണം കൊണ്ട് കൂടിയാ. എന്തിന് AC പോലും. ഇനി ഞാൻ AC കൂടി വെച്ചേരാം. ഞാൻ തല്ലണ്ട എത്ര വട്ടം പറഞ്ഞതാ. सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्तिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्तिकम्. മാഷേ, കള്ള നിങ്ങളില്ല. മിണ്ടുന്നില്ല. ചതിച്ചോ ദൈവമേ. പേടിച്ചു പോയി. ഞങ്ങൾക്കും ആ SI എന്ന് വന്നാ മതിയായിരുന്നു. പേടിക്കണ്ട, സാറിപ്പ വരും. സാറ് ഈ കാറ്റിൽ ഷാർപ്പാ.
കുടുംബം തീർന്നാണ് വന്ന. എന്തായാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. ഇനി നിങ്ങൾ പിടിച്ച ഈ മുതൽ ചില്ലറക്കാരനല്ല, ഒരസല് പിടികിട്ടാ പുള്ളിയാ. പേര് നടത്തറ തങ്കപ്പൻ. 9 സ്റ്റേഷനിൽ ഇവനെതിരെ കേസുണ്ട്, മയക്കുമരുന്ന് വിൽപ്പന അടക്കം. എന്നിട്ട് പോലീസിനെയും കളിപ്പിച്ച് നടക്കുകയായിരുന്നു കൊച്ചു കള്ളൻ. അമ്മടാ, അപ്പൊ ഇവിടെ കേറിയത് നീർക്കോലല്ല, അസല് രാജാമല്ലേ അല്ല സാറേ? Yes. പിന്നെ യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഈ കള്ളനെ പിടിച്ചതെങ്കിലും അതൊക്കെ നാളെ പത്രങ്ങൾ അറിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. വിളിക്കുമ്പോ സ്റ്റേഷനിലേക്കും കോടതിയിലേക്കൊക്കെ പോകേണ്ടി വരും. അത് വേണോ? നല്ല തീരുമാനം. അപ്പൊ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. പിടികിട്ടാപ്പുള്ളിയായ ഈ നടത്തറ തങ്കപ്പനെ കുമ്പായിപുരം SI മിസ്റ്റർ മിന്നൽ സുഗണൻ, അല്ലടോ അറിയാം, മിസ്റ്റർ സുഗണനും സംഘവും ഒരു ഗംഭീര സംഘടനത്തിലൂടെ അതിസാഹസികമായി പിടികൂടി എന്നായിരിക്കും നാളെ പത്രത്തിൽ വരാം. അല്ല, നിങ്ങൾക്ക് അതാണ് നല്ലത് അല്ലേ? പിന്നെ മാഷേ, ഇവൻ മാഷിന്റെ പഴയൊരു ശിഷ്യൻ കൂടിയാ. എന്തോ കാര്യത്തിന് മാഷ് ഇവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അതോടെ ഇവൻ പഠിപ്പ് നിർത്തി. ഓ, ഇപ്പൊ ഓർമ്മ വന്നു. തങ്കപ്പൻ ഉപ്പുമാവ് കെട്ടുന്നില്ലായിരുന്നു എന്റെ സ്ഥിര ഹോബി. ഒരു ദിവസം ക്ലാസ്സിലെ കുട്ടിയുടെ പൈസ മോഷിച്ചതിന് ഞാനിങ്ങനെ പുറത്താക്കി. പിന്നെ അച്ഛനെ വിളിച്ചോണ്ട് വന്ന് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഒന്നുമില്ല. വിശന്നിട്ടാ മാഷെ ഉപ്പുമാവ് കെട്ടിരുന്നത്. കാലത്തൊന്നും കഴിക്കാനില്ല. സ്കൂളിൽ ചെന്ന് ഉപ്പുമാവിന്റെ മണ്ണടിക്കുമ്പോ വയറ് പൊരിയും. അതൊരു ശീലാക്കിയത്. പിന്നെ ജനിച്ചിട്ട് പോലും കാണാത്ത എന്റെ അച്ഛനെ ഞാൻ എവിടുന്ന് കൊണ്ടുവരണോ? അതുകൊണ്ട് പിന്നെ ഞാൻ സ്കൂളിൽ പറയുന്നത്. പൈസ മോഷിച്ചതെന്തിനാ? സത്യമായിട്ട് ഞാൻ കേട്ടിട്ടില്ല മാഷെ, സത്യം. കറുത്തവരും താഴ്ന്ന ജാതിക്കാരനുമായി എന്നെ ആരും കൂട്ടത്തിൽ കൂട്ടാറില്ല. ഞാനെന്നും തനിച്ചായിരുന്നു. എന്നെ തല്ലുകൊള്ളിക്കാൻ വേണ്ടി മറ്റു കുട്ടികൾ മനഃപൂർവ്വം മെഴുതുണ്ടാക്കിയ നുണക്കഥയാ ഞാൻ പൈസ മോഷ്ടിച്ചത്. വിശ്വസിക്കും. അതെ, അതുകൊണ്ട് ഞാൻ പറയുന്നൊന്നും ആശ കേട്ടില്ല, വിശ്വസിച്ചില്ല. അവർ പറയുന്നത് വിശ്വസിച്ചു, എന്നെ പുറത്താക്കുകയും ചെയ്തു. പിന്നെ നീ ഇങ്ങോട്ട് പോയി. അമ്മയുടെ കൂടെ ഞാൻ പണിക്ക് പോയി. ഈ കഥ അവിടെ എത്തി. അവിടെയും ഞാൻ കക്കാതെ കള്ളനായി. അച്ഛനില്ലാത്തവരുടെ വിളിപ്പേര് കേട്ട് മടുത്തു. ഒടുവിൽ നാട്ടിലും വീട്ടിലും കള്ളനായി ഞാൻ ജീവിക്കാൻ വേണ്ടി ശരിക്കും കള്ളനായി. പഠിപ്പ് നിർത്തി 3-4 കൊല്ലം അത്രയും അമ്മ ജീവിച്ചിരുന്നുള്ളൂ. തികച്ചും